ഹായ് ഗെയ്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ ഒരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ആശയവിനിമയത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ആശയമാണ് വിൽ പ്ലസ് ദർ ബി. ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഈ ഒരു ആശയം ഉപയോഗിക്കുന്നത്. ഈ ആശയത്തിൻ്റെ മീനിങ് ഉണ്ടാകുമോ എന്നതാണ്. ഈ ലെസണിൽ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകില്ല തുടങ്ങിയ ആശയങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ആശയത്തെ കൂടുതൽ ഡീപ്പായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ പരിശോധിക്കാം. ഫസ്റ്റ് വൺ, വിൽ ദർ ബി റൈൻ ടുമാറോ. എന്താണ് ഈ സെന്റൻസിന്റെ മീനിങ്? നാളെ മഴ ഉണ്ടാകുമോ എന്നതാണ്. വിൽ ദർ ബി റൈൻ ടുമാറോ, നാളെ മഴ ഉണ്ടാകുമോ. ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. യെസ്, ദർ വിൽ ബി റൈൻ ടുമാറോ. അതെ, നാളെ മഴയുണ്ടാകും. ദർ വിൽ ബി റൈൻ ടുമാറോ, നാളെ മഴയുണ്ടാകും. നാളെ മഴയുണ്ടാകില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നോ, ദർ വിൽ നോട്ട് ബി റൈൻ ടുമാറോ. നോ, ദർ വിൽ നോട്ട് ബി റൈൻ ടുമാറോ. നാളെ മഴ ഉണ്ടാകില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിൽ ദർ ബി അസംബ്ലി എലക്ഷൻ ഇൻ കേരള നെക്സ്റ്റ് ഇയർ. എന്താണ് ഈ ഒരു സെന്റൻസിന്റെ, ഈ ഒരു ചോദ്യത്തിന്റെ മീനിങ്? അടുത്ത വർഷം കേരളത്തിൽ നിയമസഭ ഇലക്ഷൻ ഉണ്ടാകുമോ എന്നതാണ്. വിൽ ദർ ബി അസംബ്ലി എലക്ഷൻ ഇൻ കേരള നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം കേരളത്തിൽ നിയമസഭ ഇലക്ഷൻ ഉണ്ടാകുമോ? ഇതിന് ആൻസർ ഉണ്ടാകും എന്നാണെങ്കിൽ യെസ്, ദർ വിൽ ബി അസംബ്ലി ഇലക്ഷൻ ഇൻ കേരള നെക്സ്റ്റ് ഇയർ എന്നും, അല്ല എങ്കിൽ നോ, ദർ വിൽ നോട്ട് ബി അസംബ്ലി ഇലക്ഷൻ ഇൻ കേരള നെക്സ്റ്റ് ഇയർ എന്നും പറയാവുന്നതാണ്. ഒന്നുകൂടി പറയാം. വിൽ ദർ ബി അസംബ്ലി ഇലക്ഷൻ ഇൻ കേരള നെക്സ്റ്റ് ഇയർ എന്ന ചോദ്യത്തിന്റെ മീനിങ് അടുത്ത വർഷം കേരളത്തിൽ നിയമസഭ ഇലക്ഷൻ ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണെങ്കിൽ യെസ്, ദർ വിൽ ബി അസംബ്ലി ഇലക്ഷൻ ഇൻ കേരള നെക്സ്റ്റ് ഇയർ എന്ന് പറയാവുന്നതാണ്. ഇല്ല എങ്കിൽ നോ, ദർ വിൽ നോട്ട് ബി അസംബ്ലി ഇലക്ഷൻ ഇൻ കേരള നെക്സ്റ്റ് ഇയർ എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു ആശയം എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടതെന്നും എങ്ങനെയാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും നമ്മൾ ഒരുപാട് എക്സാമ്പിളുകൾ ഈ സെയിം ആശയത്തിൽ ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എങ്കിലും ഈ ലെസൺ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണുക. മുഴുവനായിട്ടും കാണുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ പുതിയ വേർഡ്സിനെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. ഓരോ എക്സാമ്പിളിലും പുതിയ പുതിയ വേർഡുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. വിൽ ദർ ബി പ്രസിഡൻസ് റൂൾ ഇൻ പഞ്ചാബ് എഗെയിൻ. എന്താണ് ഈ സെന്റൻസിന്റെ മീനിങ്? പഞ്ചാബിൽ ഇനിയും പ്രസിഡന്റ് ഭരണം ഉണ്ടാകുമോ എന്നതാണ്. ഒന്നുകൂടി പറയാം. വിൽ ദർ ബി പ്രസിഡൻസ് റൂൾ ഇൻ പഞ്ചാബ് എഗെയിൻ. പഞ്ചാബിൽ ഇനിയും പ്രസിഡന്റ് ഭരണം ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണെങ്കിൽ യെസ്, ദർ വിൽ ബി പ്രസിഡൻസ് റൂൾ ഇൻ പഞ്ചാബ് എഗെയിൻ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഉണ്ടാകില്ല എന്നാണെങ്കിൽ നോ, ദർ വിൽ നോട്ട് ബി പ്രസിഡൻസ് റൂൾ ഇൻ പഞ്ചാബ് എഗെയിൻ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. വിൽ ദർ ബി മിലിറ്ററി റൂൾ ഇൻ പാകിസ്ഥാൻ എഗെയിൻ. പാകിസ്ഥാനിൽ വീണ്ടും പട്ടാള ഭരണം ഉണ്ടാകുമോ? വിൽ ദർ ബി മിലിറ്ററി റൂൾ ഇൻ പാകിസ്ഥാൻ എഗെയിൻ. പാകിസ്ഥാനിൽ വീണ്ടും പട്ടാള ഭരണം ഉണ്ടാകുമോ? ആൻസർ ഉണ്ടാകും എന്നാണെങ്കിൽ യെസ്, ദർ വിൽ ബി മിലിറ്ററി റൂൾ ഇൻ പാകിസ്ഥാൻ എഗെയിൻ എന്ന് പറയാവുന്നതാണ്. ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടതെങ്കിൽ നോ, there will not be military rule in Pakistan again എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു സെന്റൻസ് അല്ലെങ്കിൽ അടുത്തൊരു ഈ ആശയവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിൽ there be earthquake in മഹാരാഷ്ട്ര നെക്സ്റ്റ് ഇയർ. എന്താണ് ഈ സെന്റൻസിന്റെ മീനിങ്?
അടുത്ത വർഷം മഹാരാഷ്ട്രയിൽ ഭൂകമ്പം ഉണ്ടാകുമോ? വിൽ ദർ ബി എർത്ത് കേക്ക് ഇൻ മഹാരാഷ്ട്ര നെക്സ്റ്റ് ഇയർ? അടുത്ത വർഷം മഹാരാഷ്ട്രയിൽ ഭൂകമ്പം ഉണ്ടാകുമോ? ഇവിടെ എർത്ത് കേക്ക് എന്നുള്ള വേർഡിന്റെ മീനിങ് ഭൂകമ്പം എന്നാണ്. ഉണ്ടാകും എന്നാണെങ്കിൽ യെസ് ദർ വിൽ ബി എർത്ത് കേക്ക് ഇൻ മഹാരാഷ്ട്ര നെക്സ്റ്റ് ഇയർ എന്ന് നമുക്ക് പറയാം. ഉണ്ടാകില്ല എന്നാണെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി എർത്ത് കേക്ക് ഇൻ മഹാരാഷ്ട്ര നെക്സ്റ്റ് ഇയർ എന്നും പറയാവുന്നതാണ്. ഇനി നമുക്ക് ഈ ആശയവുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു ചോദ്യം പരിശോധിക്കാം. വിൽ ദർ ബി cyclone in Orissa again in the future? Will there be cyclone in Orissa again in the future? എന്താണ് ഈ ഒരു സെന്റൻസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ മീനിങ്? ഭാവിയിൽ വീണ്ടും ഒറീസയിൽ ചുഴലിക്കാറ്റ് ഉണ്ടാകുമോ എന്നതാണ്. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വേർഡാണ്, പഠിക്കുക. ചുഴലിക്കാറ്റ്. Will there be cyclone in Orissa again in the future? ഭാവിയിൽ വീണ്ടും ഒറീസയിൽ ചുഴലിക്കാറ്റ് ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണ് ഉത്തരമെങ്കിൽ yes there will be cyclone in Orissa again in the future എന്നും, ഉണ്ടാകില്ല എന്നാണ് ഉത്തരമെങ്കിൽ no there will not be cyclone in Orissa again in the future എന്നും പറയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. വിൽ ദർ ബി drought in രാജസ്ഥാൻ ആഫ്റ്റർ 2 years? എന്താണ് ഈ സെന്റൻസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ മീനിങ്? രാജസ്ഥാനിൽ 2 വർഷത്തിന് ശേഷം വരൾച്ച ഉണ്ടാകുമോ എന്നതാണ്. drought എന്നുള്ള വേർഡിന്റെ മീനിങ് വരൾച്ച എന്നാണ്. വിൽ ദർ ബി drought in രാജസ്ഥാൻ ആഫ്റ്റർ 2 years? 2 വർഷത്തിന് ശേഷം രാജസ്ഥാനിൽ വരൾച്ച ഉണ്ടാകുമോ എന്നതാണ് ഈ ഒരു സെന്റൻസിന്റെ അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ മീനിങ്. എന്താണ് ഇതിനുള്ള ആൻസർ എന്ന് നോക്കാം. യെസ് ദർ വിൽ ബി drought in രാജസ്ഥാൻ ആഫ്റ്റർ 2 years. ഉണ്ടാകും എങ്കിൽ ഇങ്ങനെ പറയാം. ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി drought in രാജസ്ഥാൻ ആഫ്റ്റർ 2 years എന്ന് പറയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. വിൽ ദർ ബി ഫ്ലഡ് ഇൻ ആസാം എഗെയിൻ? ഈ ഒരു സെന്റൻസിന്റെ മീനിങ് എന്താണ്? ആസാമിൽ ഇനി വെള്ളപ്പൊക്കം ഉണ്ടാകുമോ എന്നതാണ്. വിൽ ദർ ബി ഫ്ലഡ് ഇൻ ആസാം എഗെയിൻ? ആസാമിൽ ഇനി വെള്ളപ്പൊക്കം ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണ് ഉത്തരമെങ്കിൽ യെസ് ദർ വിൽ ബി ഫ്ലഡ് ഇൻ ആസാം എഗെയിൻ. ഉണ്ടാകില്ല എന്നാണെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി ഫ്ലഡ് ഇൻ ആസാം എഗെയിൻ എന്ന് പറയാവുന്നതാണ്. ഇവിടെ നമ്മുടെ പുതിയൊരു വേർഡ് ഫ്ലഡ് എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം വെള്ളപ്പൊക്കം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിൽ ദർ ബി സ്റ്റോം ഇൻ ദ സീ ടുമാറോ? എന്താണ് ഈ സെന്റൻസിന്റെ അർത്ഥം? കടലിൽ നാളെ കൊടുങ്കാറ്റുണ്ടാകുമോ എന്നാണ്. വിൽ ദർ ബി സ്റ്റോം ഇൻ ദ സീ ടുമാറോ? കടലിൽ നാളെ കൊടുങ്കാറ്റുണ്ടാകുമോ? സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. ഉണ്ടാകും എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ യെസ് ദർ വിൽ ബി സ്റ്റോം ഇൻ ദ സീ ടുമാറോ എന്ന് പറയാം. ഉണ്ടാകില്ല എന്നാണ് പറയുന്നതെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി സ്റ്റോം ഇൻ ദ സീ ടുമാറോ എന്നും പറയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിൽ ദർ ബി കമ്മ്യൂണൽ റൈറ്റ് അറ്റ് പാലക്കാട്? എന്താണ് ഈ ഒരു സെന്റൻസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ മീനിങ്? പാലക്കാട് വീണ്ടും വർഗീയ കലാപമുണ്ടാകുമോ എന്നാണ്. വിൽ ദർ ബി കമ്മ്യൂണൽ റൈറ്റ് അറ്റ് പാലക്കാട്? പാലക്കാട് വീണ്ടും വർഗീയ കലാപം ഉണ്ടാകുമോ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ മീനിങ്. കമ്മ്യൂണൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ വർഗീയ കലാപം. നോട്ട് ചെയ്തു വെക്കുക. ഓക്കെ, ഉണ്ടാകും എന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ യെസ് ദർ വിൽ ബി കമ്മ്യൂണൽ റൈറ്റ് അറ്റ് പാലക്കാട് എന്ന് പറയാം. ഉണ്ടാകില്ല എന്നാണെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി കമ്മ്യൂണൽ റൈറ്റ് അറ്റ് പാലക്കാട് എന്നും പറയാവുന്നതാണ്. അടുത്തൊരു ഈ ആശയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. വിൽ ദർ ബി ബോംബ് ബ്ലാസ്റ്റ് ഇൻ കോയമ്പത്തൂർ
നെക്സ്റ്റ് മന്ത്. കോയമ്പത്തൂരിൽ അടുത്ത മാസം ബോംബ് സ്ഫോടനം ഉണ്ടാകുമോ? അപ്പൊ ബോംബ് സ്ഫോടനത്തിന് ഇങ്ങനെയാണ് പറയുക, ബോംബ് ബ്ലാസ്റ്റ് എന്ന വേർഡാണ് ഉപയോഗിക്കുക. വിൽ ദർ ബി ബോംബ് ബ്ലാസ്റ്റ് ഇൻ കോയമ്പത്തൂർ നെക്സ്റ്റ് മന്ത്? കോയമ്പത്തൂരിൽ അടുത്ത മാസം ബോംബ് സ്ഫോടനം ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ യെസ് ദർ വിൽ ബി ബോംബ് ബ്ലാസ്റ്റ് ഇൻ കോയമ്പത്തൂർ നെക്സ്റ്റ് മന്ത് എന്ന് പറയാം. ഉണ്ടാകില്ല എന്നാണെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി ബോംബ് ബ്ലാസ്റ്റ് ഇൻ കോയമ്പത്തൂർ നെക്സ്റ്റ് മന്ത് എന്നും പറയാവുന്നതാണ്. ഇനി ഇതേ സെയിം ആശയവുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. വിൽ ദർ ബി വയലൻസ് ഇൻ ദ സിറ്റി ടുമാറോ? നഗരത്തിൽ നാളെ അക്രമം ഉണ്ടാകുമോ? ഇവിടെ അക്രമം എന്നുള്ളതിനാണ് വയലൻസ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. വിൽ ദർ ബി വയലൻസ് ഇൻ ദ സിറ്റി ടുമാറോ? എന്താണ് ഇതിന്റെ അർത്ഥം? നഗരത്തിൽ നാളെ അക്രമം ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ യെസ് ദർ വിൽ ബി വയലൻസ് ഇൻ ദ സിറ്റി ടുമാറോ എന്ന് പറയാം. അതല്ല ഉണ്ടാകില്ല എന്നാണെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി വയലൻസ് ഇൻ ദ സിറ്റി ടുമാറോ എന്നും പറയാവുന്നതാണ്. സെയിം ആശയവുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യം നോക്കാം. വിൽ ദർ ബി starvation in our state in the future? എന്താണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ മീനിങ്? നമ്മുടെ സംസ്ഥാനത്ത് ഭാവിയിൽ പട്ടിണി ഉണ്ടാകുമോ എന്നതാണ്. വിൽ ദർ ബി starvation in our state in the future? നമ്മുടെ സംസ്ഥാനത്ത് ഭാവിയിൽ പട്ടിണി ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണ് എങ്കിൽ യെസ് ദർ വിൽ ബി starvation in our state in the future. ഉണ്ടാകില്ല എന്നാണെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി starvation in our state in the future. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിൽ ദർ ബി പോവർട്ടി ഇൻ അവർ കൺട്രി ഇൻ ദ ഫ്യൂച്ചർ? നമ്മുടെ രാജ്യത്ത് ഭാവിയിൽ ദാരിദ്ര്യം ഉണ്ടാകുമോ? പോവർട്ടി, ദാരിദ്ര്യം. ഉണ്ടാകും എന്നാണെങ്കിൽ യെസ് ദർ വിൽ ബി പോവർട്ടി ഇൻ അവർ കൺട്രി ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറയാം. ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി പോവർട്ടി ഇൻ അവർ കൺട്രി ഇൻ ദ ഫ്യൂച്ചർ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു സെന്റൻസ് നോക്കാം. വിൽ ദർ ബി ആക്സിഡൻസ് ഇൻ അവർ ലൊക്കാലിറ്റി എഗെയിൻ? ഈ ക്വസ്റ്റ്യന്റെ മീനിങ് നമ്മുടെ പ്രദേശത്ത് ഇനി അപകടങ്ങൾ ഉണ്ടാകുമോ എന്നതാണ്. വിൽ ദർ ബി ആക്സിഡൻസ് ഇൻ അവർ ലൊക്കാലിറ്റി എഗെയിൻ? നമ്മുടെ പ്രദേശത്ത് ഇനി അപകടങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണ് ഉത്തരമെങ്കിൽ യെസ് ദർ വിൽ ബി ആക്സിഡൻസ് ഇൻ അവർ ലൊക്കാലിറ്റി എഗെയിൻ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഉണ്ടാകില്ല എന്നാണ് ഉത്തരമെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി ആക്സിഡൻസ് ഇൻ അവർ ലൊക്കാലിറ്റി എഗെയിൻ എന്നും പറയാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിൽ ദർ ബി സ്ട്രൈക്ക് ഇൻ അവർ ക്യാപിറ്റൽ എഗെയിൻ? നമ്മുടെ തലസ്ഥാനത്ത് ഇനി സമരമുണ്ടാകുമോ എന്നതാണ് ഈ ചോദ്യത്തിന്റെ മീനിങ്. ഉണ്ടാകും എന്നാണ് ഉത്തരമെങ്കിൽ യെസ് ദർ വിൽ ബി സ്ട്രൈക്ക് ഇൻ അവർ ക്യാപിറ്റൽ എഗെയിൻ എന്ന് പറയാം. ഉണ്ടാകില്ല എന്നാണെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി സ്ട്രൈക്ക് ഇൻ അവർ ക്യാപിറ്റൽ എഗെയിൻ എന്ന് പറയാവുന്നതാണ്. സെയിം ആശയവുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിൽ ദർ ബി എ വേൾഡ് വാർ എഗെയിൻ ഇൻ ദ ഫ്യൂച്ചർ? ഭാവിയിൽ വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുമോ? വിൽ ദർ ബി എ വേൾഡ് വാർ എഗെയിൻ ഇൻ ദ ഫ്യൂച്ചർ? ഭാവിയിൽ വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ യെസ് ദർ വിൽ ബി എ വേൾഡ് വാർ എഗെയിൻ ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറയാം. ഉണ്ടാകില്ല എന്നാണെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി എ വേൾഡ് വാർ എഗെയിൻ ഇൻ ദ ഫ്യൂച്ചർ എന്നും പറയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിൽ ദർ ബി റൈറ്റ് ഇൻ മുംബൈ നെക്സ്റ്റ് വീക്ക്? അടുത്തയാഴ്ച മുംബൈയിൽ കലാപമുണ്ടാകുമോ? ഉത്തരം ഉണ്ടാകുമെന്നാണെങ്കിൽ യെസ് ദർ വിൽ ബി റൈറ്റ് ഇൻ മുംബൈ നെക്സ്റ്റ് വീക്ക് എന്ന് പറയാം. ഉണ്ടാകില്ല എന്നാണെങ്കിൽ നോ ദർ വിൽ നോട്ട് ബി റൈറ്റ് ഇൻ മുംബൈ നെക്സ്റ്റ് വീക്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. വിൽ ദർ ബി റൈറ്റ് ഇൻ മുംബൈ നെക്സ്റ്റ് വീക്ക്? അടുത്തയാഴ്ച മുംബൈയിൽ കലാപമുണ്ടാകുമോ? കലാപം എന്നുള്ള അർത്ഥമാണ് റൈറ്റ്. ഓക്കെ, നോട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിൽ ദർ ബി ഹിസ് മാരേജ് നെക്സ്റ്റ് ഇയർ? അടുത്ത വർഷം അവന്റെ വിവാഹമുണ്ടാകുമോ? വിൽ ദർ ബി ഹിസ് മാരേജ് നെക്സ്റ്റ് ഇയർ? അടുത്ത വർഷം അവന്റെ വിവാഹമുണ്ടാകുമോ? ഉണ്ടാകും എന്നാണെങ്കിൽ യെസ് ദർ വിൽ ബി ഹിസ് മാരേജ് നെക്സ്റ്റ് ഇയർ എന്ന് പറയാം.
ഉണ്ടാകില്ല എന്നാണെങ്കിൽ നോ there will not be his marriage next year എന്നും പറയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Will there be beauty contest in our college next week? നമ്മുടെ കോളേജിൽ അടുത്തയാഴ്ച സൗന്ദര്യ മത്സരം ഉണ്ടാകുമോ എന്നതാണ് ഈ ക്വസ്റ്റ്യന്റെ മീനിങ്. Will there be beauty contest in our college next week? നമ്മുടെ കോളേജിൽ അടുത്തയാഴ്ച സൗന്ദര്യ മത്സരം ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണെങ്കിൽ yes there will be beauty contest in our college next week. ഉണ്ടാകില്ല എന്നാണെങ്കിൽ no there will not be beauty contest in our college next week എന്നും പറയാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Will there be strike in our school next month? എന്താണ് ഈ ഒരു ചോദ്യത്തിന്റെ മീനിങ്? നമ്മുടെ സ്കൂളിൽ അടുത്ത മാസം സമരമുണ്ടാകുമോ? ഉണ്ടാകും എന്നാണ് നിങ്ങളുടെ ഉത്തരം എങ്കിൽ yes there will be strike in our school next month എന്ന് പറയാവുന്നതാണ്. ഉണ്ടാകില്ല എന്നാണെങ്കിൽ no there will not be strike in our school next month എന്ന് പറയാം. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. Will there be family unit meeting in your house next week? അടുത്തയാഴ്ച നിന്റെ വീട്ടിൽ ഫാമിലി യൂണിറ്റ് മീറ്റിംഗ് ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണെങ്കിൽ yes there will be family unit meeting in my house next week. ഉണ്ടാകില്ല എന്നാണെങ്കിൽ no there will not be family unit meeting in my house next week എന്ന് പറയാവുന്നതാണ്. സെയിം ആശയത്തിൽ തന്നെ നമുക്ക് അടുത്തൊരു ചോദ്യം പരിചയപ്പെടാം. Will there be cricket match in your college next month? അടുത്ത മാസം നിന്റെ കോളേജിൽ ക്രിക്കറ്റ് മത്സരം ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ yes there will be cricket match in my college next month എന്ന് പറയാവുന്നതാണ്. ഉണ്ടാകില്ല എന്നാണെങ്കിൽ no there will not be cricket match in my college next month. സെയിം ആശയത്തിൽ തന്നെ അടുത്തൊരു ചോദ്യം പരിചയപ്പെടാം. Will there be prayer in your house tomorrow? ഇതിന്റെ അർത്ഥം എന്താണ്? നാളെ നിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടാകുമോ? നാളെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടാകും എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ yes there will be prayer in my house tomorrow എന്ന് പറയാം. നാളെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടാകില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ no there will not be prayer in my house tomorrow എന്നും പറയാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പുതിയ ആശയമായിരുന്നു. ഏതായിരുന്നു അത്? will plus there be. ഈ ആശയം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ പരിചയപ്പെട്ടു, ഒരുപാട് പുതിയ വേർഡ്സുകൾ നമ്മൾ മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഈ ഒരു ലെസൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ഓൾ ലെസൺസ് and your great support.